ഇന്ത്യ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് മെൽബണിൽ ഈ സ്കൂൾ ഹോളിഡേയ്സിൽ നടക്കുന്നത് എന്ന് ഒന്ന് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഹാർമണി ഡേ ആണ്. പോൻകുക്ക് പോപ്പ് പാർക്കിലാണ് ഹാർമണി ഡേ നടക്കുന്നത്. രാവിലെ 11 മണി മുതൽ ഏകദേശം 4 മണിയോടെ ആണ് അത് അവസാനിക്കുന്നത്. 25-26 സ്റ്റേറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ പല കൺട്രികളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഡാൻസുകളും ആഘോഷങ്ങളും ഒപ്പം നല്ല നല്ല ഭക്ഷണങ്ങളും ആണ് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിൽ നമുക്ക് ചെയ്യാനായിട്ട്, കാണാനായിട്ടും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോപ്പ് പാർക്കിലോട്ട് വരിക. നല്ലൊരു വെതറും കൂടിയാണ് എന്തായാലും. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അനുഭവമായിരിക്കും പോപ്പ് പാർക്കിൽ ഇന്ന് നടക്കുന്ന ഹാർമണി ഡേ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് സാദരം ക്ഷണിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമുക്കറിയാം, അടുത്തതായിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഹോളിഡേ പ്രോഗ്രാമുകളായിട്ട് എല്ലാ ലൈബ്രറിയിലും കുറേ നല്ല പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് അതിൽ പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, പല ഭാഗങ്ങളിലായിട്ട് പല കാര്യങ്ങളിലുള്ള പുതിയ സംരംഭങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഒരു വിഷു സമയമായിരുന്നു, കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ ഹിന്ദു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകളെല്ലാവരും വിഷു ആഘോഷിച്ചത്. ഇനിയിപ്പോ വിഷു വരുമ്പോൾ വിഷു കണി വെക്കുന്നതും വിഷുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വിഷുവിന്റെ ഗാനങ്ങൾ ആലപിക്കുന്നതും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് വിഷുവിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ 20-ാം തീയതിയിൽ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ആഘോഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആകെ തിങ്ങി നിൽക്കുന്ന ഒരു ആശയം ഇത് മാത്രമാണ്. ഇതൊരു പുതിയ ഒരു ഉണർവിന്റെ കാലഘട്ടമാണ്, പുതിയൊരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ പുതിയൊരു ആരംഭത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ നിങ്ങളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ യുഗത്തിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് സ്റ്റൈലിലോട്ട് നമുക്ക് കടക്കാനായിട്ട് പറ്റുക. നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ നല്ലതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു സമയമാണ്. നമ്മോട് തന്നെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലോട്ട് തന്നെ കയറി ചെന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് എനിക്ക് നല്ലൊരു ഔട്ട്കം ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുക എന്ന് മനസ്സിലാക്കിയിട്ട് അതിലോട്ട് ശ്രദ്ധ പതിക്കുമ്പോൾ മാത്രമാണ് പുതിയൊരു യുഗം, പുതിയൊരു വർഷം, പുതിയൊരു ജീവിതം, പുതിയൊരു ഉയർപ്പ് നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു ചിന്താവിഷയമായിട്ട് നമ്മൾ ഈ ആഘോഷങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാവുന്ന ഒന്നോ രണ്ടോ ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഫലം നൽകാത്ത വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെട്ടി നിരത്തിയിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അതാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം എന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ബിസ്മി മലയാള ജാലകം ഓൺ 88.9 FM.